ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം പോലെ തന്നെ സഹകാരി റേസ് പ്ലസ് നമ്മുടെ കേരളത്തിലെ ജനറൽ PSC പരീക്ഷകളിലേക്ക് ഗ്രാൻഡ് ലോഞ്ച് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം 4 വർഷമായി സഹകാരി റേസ് പ്ലസ് തിരുവനന്തപുരം ആസ്ഥാനമാക്കി ഓപ്പറേഷൻ തുടങ്ങിയിട്ട് ഇതുവരെ നമ്മുടെ ആസ്പിരൻസ് ആയിട്ടുള്ള ഒരു വലിയൊരു ഗ്രൂപ്പ്, ഏകദേശം 2 ലക്ഷത്തോളം കുട്ടികൾ നമുക്കിന്ന് കേരളത്തിലുണ്ട്. അപ്പോൾ നിലവിൽ നമ്മുടെ കോമേഴ്സ് മേഖലയിലും അതുപോലെ കോർപ്പറേഷൻ മേഖല, പിന്നെ ബയോസയൻസ് മേഖല, പിന്നെ അതേപോലെ നമ്മുടെ LD ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ഇത്രയും മേഖലയിൽ മാത്രമാണ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മേഖലയിലെല്ലാം 1ാം റാങ്കുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മുടെ ഒരു ഗ്രാൻഡ് ലോഞ്ചിന് നമ്മൾ ഒരുങ്ങുന്നത്. അപ്പോൾ എപ്പോഴും കുട്ടികൾ ചോദിക്കും, സാറേ ഇനി അടുത്ത നമുക്ക് ജനറൽ PSCക്ക് അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഡിഗ്രി ലെവൽ പ്രിലിംസിനോ മെയിൻസിനോ പരിശീലനം വേണം നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിയിൽ. ഇപ്പോൾ ഇവിടെ ഒരിക്കൽ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഓൺലൈൻ ക്ലാസ് എന്നൊരു തോന്നൽ ഒരിക്കലും അവർക്ക് ഉണ്ടാകാത്ത തരത്തിൽ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ എല്ലാ ചിട്ടവട്ടത്തോടും കൂടി ഡെയിലി എക്സാമിനേഷൻസ് കൃത്യമായിട്ട് എഴുതിച്ച്, അത് എഴുതിയില്ലെങ്കിൽ കാര്യകാരണങ്ങൾ തിരക്കി അന്വേഷിച്ച്, അതുപോലെ വീക്കിലി എക്സാമിനേഷൻസ് എഴുതി പോകുന്ന രീതിയിൽ ഒരിക്കൽ പഠിച്ച കുട്ടി വേറെ ഒരു രീതി അവന് ആപ്റ്റ് ആവത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് സഹകാരി എന്തായാലും ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വലിയൊരു സീരീസ് ആരംഭിക്കുകയാണ്. ഇനി ഇതെല്ലാ ദിവസവും സ്റ്റേ ട്യൂൺഡ് അറ്റ് 7 PM 7 മണിക്ക് നിങ്ങൾ സ്റ്റേ ട്യൂൺഡ് ഹിയർ. നിങ്ങൾക്ക് നമ്മുടെ ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെടുത്തി ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസിൻ്റെ റൂട്ട്സ് ഫൈൻഡ് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും സഹകാരി ഇതുവരെ വിശ്വസിച്ചതും ആശ്രയിച്ചതും എല്ലാം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തരുന്ന കണ്ടന്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ റിസർച്ചിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ്. അപ്പോൾ ഇതുവരെ നടന്ന പരീക്ഷകളിൽ FSO എക്സാമിനേഷൻ ആവട്ടെ, ICD സൂപ്പർവൈസർ എക്സാമിനേഷൻ ആവട്ടെ, LD ടൈപ്പിസ്റ്റ് എക്സാമിനേഷൻ ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഡയറി ഫയൽ ഇൻസ്ട്രക്ടർ എക്സാമിനേഷൻ ആവട്ടെ, അല്ലെങ്കിൽ അതുപോലെ ഒത്തിരി എക്സാമിനേഷൻ കോമേഴ്സ് ബേസ് വരുന്ന ഒത്തിരി എക്സാമിനേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മുടെ വിജയത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് നമ്മുടെ റിസർച്ചിൻ്റെ ക്വാളിറ്റിയാണ്. കാരണം ഒരു ചോദ്യം നമ്മൾ ആ പരീക്ഷയെ ബന്ധപ്പെടുത്തി വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്തു നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എല്ലാ ചോദ്യങ്ങളുടെയും റൂട്ട് കൃത്യമാക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മുടെ റിസർച്ച് ടീം എന്ത് ചെയ്യുന്നത്, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി മാത്രമല്ല, പിന്നെ അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡെപ്തിലായിരിക്കും നമ്മൾ പിന്നെ കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എല്ലാവരും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നതാണ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടാൽ മാത്രം പോരാ, എന്ത് വേണം, അതിൻ്റെ റൂട്ട്സ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുമായി അനുബന്ധപ്പെടുത്തി എന്തൊക്കെയാണ് ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കി പോയാൽ മാത്രം ഈ വരുന്ന ഡിഗ്രി പ്രിലിംസ് മെയിൻസ് പരീക്ഷകളിൽ നിങ്ങൾക്ക് മറ്റുള്ള ഉദ്യോഗാർത്ഥികളെക്കാളും 2 or 3 മാർക്ക് അധികം സ്കോർ ചെയ്യാൻ പറ്റും. അത് നിങ്ങളെ ജോലിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നിങ്ങളിപ്പോൾ നിലവിൽ സഹകാരിയുടെ ആസ്പിരൻസ് ആയിട്ടുള്ള ആൾക്കാർ, സഹകാരിയുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ ഒന്ന് സഹായിക്കേണ്ടത്, എപ്പോഴും നിങ്ങൾക്കെല്ലാം അറിയാം, നമുക്ക് വലിയ പരസ്യമൊന്നും ഇല്ലാത്തൊരു സ്ഥാപനമാണ്. നമ്മുടെ പരസ്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വായ്മൊഴിയാണ്. ഒരു കോഴ്സിൽ ഇവിടെ പഠിച്ചിറങ്ങിയ ആൾക്കാർ 10 പേരുടെ പറഞ്ഞാണ് പിന്നെയും കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ ക്വാളിറ്റിയിൽ വിശ്വസിക്കുന്ന, ക്വാളിറ്റിക്ക് വേണ്ടി കൂടുതൽ എഫേർട്ട് ഇടുന്ന, ക്വാളിറ്റി ക്ലാസ് നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി നമ്മൾ കൂടുതൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ സിംഹഭാഗവും ചിലവാക്കുന്നത്. അതിൻ്റെ ഔട്ട്കമാണ് നമ്മുടെ റിസൾട്ട്, വേറൊന്നുമില്ല. അപ്പോൾ അതിൽ വിശ്വസിക്കുന്ന സ്ഥാപനമാണ്. അല്ലാതെ നമുക്കൊരിക്കലും പരസ്യത്തിന് വേണ്ടി ഒരുപാട് കാശൊന്നും ചിലവിടാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോസ് എത്തിക്കുക. അതിനോടൊപ്പം ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾക്ക് തയ്യാറാകാൻ വേണ്ടി ഏതെങ്കിലും കീ പോയിന്റിലുള്ള ടോപ്പിക് അല്ലെങ്കിൽ ക്ലാസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ക്ലാസ്സുകൾ ഈ വരുന്ന പരീക്ഷകൾക്ക് മുന്നേ നമ്മൾ എടുത്തു തരുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെടുത്തി നാളിതുവരെ വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ റൂട്ടും കൃത്യമായിട്ട് മനസ്സിലാക്കി ഇനി എന്ത് ചോദിക്കുമെന്നും വ്യക്തമായിട്ട് പറഞ്ഞു തന്നുകൊണ്ട് അവസാനം മോഡൽ ക്വസ്റ്റ്യൻസും അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അടക്കമുള്ള അടിപൊളി ക്ലാസ് നിങ്ങൾക്ക് എടുത്തിരും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം കൂട്ടുകാർക്ക് ഈ വീഡിയോ എത്തിക്കുക. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ് ഏതാണ് ടോപ്പിക്കാണെന്ന് കമൻറ്റ് ചെയ്യുക. ബാക്കിയാവും പൊരിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ ജൂൺ അവസാനിക്കുന്നത് വരെ എല്ലാ ദിവസവും ഹോട്ട് ടോപ്പിക്ക് ക്ലാസ് ഉണ്ടാവും. അതുപോലെ ഫൈൻഡിങ് ദ റൂട്ട്സ് ഉണ്ടായിരിക്കും. അതേപോലെ കറണ്ട് അഫെയർസ് കൃത്യമായിട്ട് സമഗ്രമായിട്ട് എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഓരോ പ്രോഗ്രാമിനും ഓരോ സമയമുണ്ട്. നിങ്ങൾ 15-20 മിനിറ്റ് നിങ്ങളുടെ പഠനത്തിൻ്റെ കൂടെ ഇവിടെ ചിലവാക്കിയാൽ ഐ എം ഷുവർ, എനിക്കൊരു ഉറപ്പ് തരാൻ പറ്റും, നിങ്ങൾക്ക് ഒരു 3 മാർക്ക് എക്സ്ട്രാ ഈ വരുന്ന പരീക്ഷയിൽ അടിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇവിടെ സ്വാഗതം. ഇന്ന് ബയോസയൻസ് ആണ്, അറിയാലോ എൻ്റെ മേഖല ബയോസയൻസ് ആണ്. ബയോസയൻസ് മാത്രമല്ല, അത്യാവശ്യം സയൻസ് മേഖലയെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം.
ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെടുത്തി ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്ന കുറച്ച് ചോദ്യങ്ങൾ. ഇന്ന് ഞാൻ എളുപ്പമുള്ള ചോദ്യങ്ങളിൽ നിന്നും പിന്നെ പാടുള്ള ചോദ്യങ്ങളിലേക്ക് പോവേണേ. വലിയ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുന്ന ദിവസങ്ങളിൽ പരിചയപ്പെടാം. അപ്പോൾ ഇന്ന് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ്, സിമ്പിളും തുടങ്ങാം അല്ലേ. നിങ്ങൾ എന്തായാലും പരിചയപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. എന്നാൽ നമുക്ക് എൻ്റെ റൂട്ട് എവിടെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാം. ദ ഡിസീസ് കോസ്ഡ് ബൈ എ പ്രോട്ടോസോവൻ. ഒരു പ്രോട്ടോസോവ കോസ് ചെയ്യുന്ന ഡിസീസ് ഏത് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഡിസീസ് കോസിങ് ഏജൻസിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴത്തേക്ക് നമുക്ക് വൈറസുകളുണ്ട്, ബാക്ടീരിയ ഉണ്ട്, പ്രോട്ടോസോവയുണ്ട് അല്ലെ, അങ്ങനെ ഒത്തിരി ഇൻഫെക്ഷസ് ഏജന്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഉത്തരം നമുക്കറിയാം എയ്ഡ്സ് അല്ല. കാരണം എയ്ഡ്സ് എന്താണ്, ഒരു വൈറൽ ഡിസീസ് ആണെന്ന് നമുക്കറിയാം. ചിക്കൻ ഗുനിയ അല്ല, നമുക്കറിയാം അല്ലേ. അതുപോലെ ടൈഫോയിഡും അല്ല. ഉത്തരം മലേറിയ ആണ്, നമുക്കറിയാം. അപ്പോൾ ഇത് എവിടെ നിന്നാണ് എടുത്തേടാ മക്കളെ? സോഴ്സ് 12th NCERT ബയോളജി ചാപ്റ്റർ 7 കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സം ഓഫ് ദ ഹ്യൂമൻ ഡിസീസ് ആർ കോസ്ഡ് ബൈ പ്രോട്ടോസോവൻസ് ഓൾസോ അല്ലേ. പ്രോട്ടോസോവൻസിനാൽ കൂടിയും എന്താണ് കുറച്ച് ഡിസീസുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മലേറിയയെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുമെന്ന് പറയുന്നു. എ ഡിസീസ് മാൻ ഹാസ് ബീൻ ഫൈറ്റിംഗ് സിൻസ് മെനി ഇയേഴ്സ്. ഒരുപാട് വർഷക്കാലം മുന്നേ അല്ലേ മനുഷ്യർ അതിനെതിരെ ഫൈറ്റ് ചെയ്യണം. അവിടെ എടുത്തു പറയുന്നുണ്ട് പ്ലാസ്മോഡിയം അല്ലേ. പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് അതിന് കാരണം. എന്താണ് ഇവിടെ നിന്ന് എടുത്ത് പഠിച്ചു വെച്ചേക്കണം. പ്ലാസ്മോഡിയം വൈവാക്സ് പ്ലാസ്മോഡിയം ട്രൈനി പ്രോട്ടോസോവൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ഡിസീസ്. അതിൻ്റെ പേരെന്താണ്? പ്ലാസ്മോഡിയം. മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മലേറിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് പ്ലാസ്മോഡിയം ആർ ദെയർ. എന്തൊക്കെയാണ്? പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ ആൻഡ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം ആർ റെസ്പോൺസിബിൾ ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മലേറിയ. നമുക്കറിയാം. ഇവിടെ ഒരു ചോദ്യം കൂടെ വളരെ സിമ്പിളായിട്ട് കിടപ്പുണ്ട്. എവിടെയാണ്? മലിഗ്നന്റ് മലേറിയ. മലിഗ്നൻസി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മലിഗ്നൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻസറസ് ആയിട്ടുള്ളത് അല്ലേ. ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ട്യൂമറിനെയാണ് മാലിഗ്നന്റ് ട്യൂമർ എന്ന് നമ്മൾ പറയുക അല്ലേ. മാലിഗ്നന്റ് ട്യൂമർ. മാലിഗ്നന്റ് മലേറിയ കോസ് ചെയ്യുന്നത് ആരാണ്? പ്ലാസ്മോഡിയം ഫാൽസിപ്പാറമാണ്. ആൻഡ് ഈസ് ദ മോസ്റ്റ് സീരിയസ് വൺ ആൻഡ് ക്യാൻ ഈവൻ ബി ഫാറ്റൽ. മരണ കാരണമാകുന്ന സാധനമാണ്. മോസ്റ്റ് സീരിയസ് ഫോം ഓഫ് മലേറിയയ്ക്ക് കാരണമാകുന്ന ആരാണ്? പ്ലാസ്മോഡിയം ഫാൽസിപ്പാറമാണ്. ഏതാണ്? പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ മക്കളെ, ഒന്ന് പറഞ്ഞേ. പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം. മാലിഗ്നന്റ് മലേറിയ. മാലിഗ്നൻസി എന്ന് പറഞ്ഞാൽ ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്തുകളാണ് നമ്മൾ വിളിക്കുക. മാലിഗ്നൻസി എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. കുറച്ചേ ഉള്ളൂ കേട്ടോ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നൈട്രജൻ ഫ്രീ ഫിക്സിൻ ബാക്ടീരിയ. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പണ്ട് തൊട്ടേ നമ്മൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാര്യം അല്ലേ. റൂട്ട് ട്യൂമറിൽ, അതായത് നമ്മുടെ പീ പ്ലാന്റുകളുടെ ട്യൂമർ റൂട്ടിൽ കാണപ്പെടുന്ന, ട്യൂമറിൽ കാണപ്പെടുന്ന നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേരാ ചോദിച്ചത്. റൈസോബിയമാണ്. ക്വസ്റ്റിൻ്റെ ആൻസർ ഇവിടെ മക്കളെ 8ാം ക്ലാസ്സിലെ NCERT ബയോളജി ചാപ്റ്റർ 1 കിടപ്പെടുന്നത്. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്താണ്? അനദർ മെത്തഡ് ഓഫ് റിപ്ലനിഷിംഗ് the soil with nutrients is through crop rotation. ക്രോപ്പ് റൊട്ടേഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ വയലുകളിൽ തന്നെ എന്താണ് ഒരു പ്രാവശ്യം നെല്ല് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെറുപയർ കൃഷി ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. എന്തിനാ? ഇതിൻ്റെ പീ പ്ലാന്റുകളുടെ റൂട്ടിലുണ്ടാകുന്ന കുഞ്ഞു നോഡ്യൂൾസിനുള്ള റൈസോബിയം ബാക്ടീരിയം എന്ത് ചെയ്യും? നൈട്രജൻ ഫിക്സ് ചെയ്യും. നൈട്രജൻ എന്ന് പറയുമ്പോഴത്തേക്കും സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. നമുക്കറിയാം നൈട്രജൻ സാധാരണ നമ്മുടെ എന്തൊക്കെയാ NPK മിക്സ്ചറാണ് കൊടുക്കുന്നത് അല്ലേ, വളമായിട്ട്. നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാഷ്യം. ഓക്കെ, അപ്പോൾ നോക്കാം. ഇതൊരു സോയിൽ റീപ്ലനിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. ഇത് നോക്കാം, വ്യത്യസ്തമായിട്ടുള്ള ക്രോപ്പുകൾ ആൾട്ടർനേറ്റീവായിട്ട് വളർത്തുക. നേരത്തെ നോർത്തേൺ ഈ റീജിയൻസിൽ ലെഗ്യൂംസ് എന്ത് ചെയ്യും? ലെഗ്യൂംസ് ആസ് ഫോഡർ ഇൻ 1 സീസൺ ആൻഡ് വീറ്റ് ഇൻ ദ നെക്സ്റ്റ് സീസൺ. വീറ്റ് കഴിഞ്ഞ് ലെഗ്യൂംസിനെ മാറി അത് ചെയ്യാറുണ്ടായിരുന്നു. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് റൈസോബിയം അല്ലെ. ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ് യു ഹാവ് ലേൺഡ് അബൌട്ട് ദ റൈസോബിയം ബാക്ടീരിയ. ദീസ് ആർ പ്രസന്റ് ഇൻ ദ നോഡ്യൂൾസ് ഓഫ് ദ റൂട്ട്സ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൈസോബിയമാണ് അതിൻ്റെ കാരണം. അപ്പോൾ എവിടെ നിന്നാണ് ഈ കിടക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി പോയാൽ മതി നമ്മൾ കേട്ടോ. ആ ഭാഗവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഇനി പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ റൂട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ നോട്ടുണ്ടാക്കി പഠിക്കുക. അപ്പോൾ എല്ലാ ചോദ്യങ്ങളുടെയും വേര് നിങ്ങൾക്ക് കാണിച്ചു തരും, എവിടെ നിന്നാണ് എടുത്തത് എന്നുള്ള കാര്യം. അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ അതുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരും. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടുകയും ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ടോപ്പിക്കും കേട്ടോ, ഈ ഒരു ബയോളജിയോ അല്ലെങ്കിൽ സയൻസോ മാത്രമല്ല, എല്ലാ ടോപ്പിക്കും വരുന്നുണ്ട്. ഇന്ത്യൻ പൊളിറ്റി നമ്മുടെ ആര്യ സരസ്വതി മാഡം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ സൈഡിൽ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ വീഡിയോ ചാനലിൽ കയറ്റി നോക്കിയാൽ മതി. ആര്യ സരസ്വതി മാഡത്തിൻ്റെ നമ്മുടെ പൊളിറ്റിയുടെ ഭാഗം സ്റ്റാർട്ട് ചെയ്തും കാണാൻ പറ്റും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിനെയും നമ്മൾ കീറി മുറിച്ച് സെറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, പവറല്ലേ? പക്ഷേ നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ പരിപാടി ഗംഭീരമാവത്തുള്ളൂ. എന്ത് ചെയ്യണം? ലൈക്കുകൾ കുമിഞ്ഞുകൂടും, പരിപാടി ഗംഭീരമാവും. ഓക്കെ, എനിക്ക് അത്ര പറയാനുള്ളത്.
ഇനി സഡൻ ആൻഡ് ഹെറിറ്റബിൾ ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ക്രോമസോം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതെല്ലാം ലളിതമായ ക്വസ്റ്റ്യങ്ങൾ മാത്രമേ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾക്കറിയാം മ്യൂച്വലിസം അല്ല, അല്ലേ, ഗട്ടേഷൻ ഒന്നും അല്ല. അതുപോലെ എന്താണ് മ്യൂട്ടേഷന്റെ ടേഷനും മ്യൂച്വലിസ്റ്റിന്റെ മ്യൂട്ടും കൂടി ചേർത്തിട്ടല്ലേ ചുമ്മാ വട്ടാക്കാൻ വേണ്ടി കൊടുത്തേക്കണതാ. ആ മ്യൂട്ടേഷനാണ് നമുക്കറിയാം. പക്ഷെ ഇത് എവിടെ കിടക്കുന്ന മക്കളെ? എന്താണ് ഇത്? SCERTയുടെ പുതിയ 10ാം ക്ലാസ് ബയോളജി ടെക്സ്റ്റ് ബുക്ക് 2025 ടെക്സ്റ്റ് ബുക്ക് മാറിയവരെ നിങ്ങൾ അറിഞ്ഞോ ഇല്ലെന്ന് എനിക്കറിയില്ല. അറിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും പുതിയ ടെക്സ്റ്റ് ബുക്കിൽ മ്യൂട്ടേഷനെ കുറിച്ച് വ്യക്തമായിട്ട് ഫസ്റ്റ് സെന്റൻസ്, മ്യൂട്ടേഷൻ ഇസ് എ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ജനിതക ഭരണഘടന എന്നോടെ പറയാം. എങ്ങനെയായിരിക്കണം ഒരു ഓർഗാനിസം എന്ന് തീരുമാനിക്കുന്ന ആ ഒരു മഹത്തായ സാധനമാണ് അതിൻ്റെ ജീൻ എന്ന് പറയുന്നത്, അല്ലേ? അതിൻ്റെ നിറം എന്തായിരിക്കണം, സ്വരം എങ്ങനെ ഇരിക്കണം, എല്ലാം A to Z കാര്യങ്ങൾ തീരുമാനിക്കുന്ന സാധനം. അപ്പോൾ എന്താണ് ഇതിങ്ങനെ നിരന്തരം കോപ്പി ചെയ്താണ് എന്ത് ചെയ്യുന്നത്? അടുത്ത സെല്ലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് കാണും നമ്മളല്ല നാളത്തെ നിങ്ങൾ. എന്തുകൊണ്ടാണ് കാര്യം? നമ്മുടെ ഈ സെല്ലുകളൊക്കെ പ്രത്യേകം മാറി പുതിയ സെല്ലുകൾ വന്നുകൊണ്ടിരിക്കുകയല്ലേടാ. എന്ത് സെല്ല് നിരന്തരം മരിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയ സെല്ലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ നിരന്തരം കോപ്പി ചെയ്തുകൊണ്ടേയിരിക്കണം പുതിയ സെല്ലുകളുടെ ഉള്ളിൽ. എവിടെ ഇത് കാണപ്പെടുന്നേ? എവിടെ? മർമ്മത്തിന്റെ ഉള്ളിലല്ലേ, അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ക്രൊമാറ്റിൻ തന്തുക്കളിലാണ് നമ്മുടെ ഈ പറഞ്ഞ എന്ത് കാണപ്പെടുക? ക്രോമസോം കാണപ്പെടുക, അല്ലേ? അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ കോപ്പി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം TA എന്നുള്ള AT എന്നായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മാറിയാലാണ് മ്യൂട്ടേഷൻ ഉണ്ടാവുക, അല്ലേ? എന്താണ്? സഡൻ ചേഞ്ച് ആൻഡ് ദാറ്റ് ഈസ് ഹെറിറ്റബിൾ. DNA വരുന്ന, നമ്മുടെ ജീനിൽ വരുന്ന മാറ്റം ആയതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും? അടുത്ത തലമുറയിലേക്കും പകരുന്ന, അല്ലെങ്കിൽ പകർന്നു കൊടുക്കുന്ന ചേഞ്ചുകളാണ് മ്യൂട്ടേഷൻ, ഉൽപരിവർത്തനം എന്ന് പറയുക. അപ്പോൾ നമുക്ക് നോക്കാം. മ്യൂട്ടേഷൻ ക്യാൻ ബി കോസ്ഡ് ബൈ എറേഴ്സ് ഡ്യൂറിങ് DNA റെപ്ലിക്കേഷൻ. നോക്കാം, DNA റെപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന കുഞ്ഞു എററുകൾ മൂലമാണ് എന്തുണ്ടാവുക? മ്യൂട്ടേഷൻ ഉണ്ടാവുക. മറ്റു പല കാരണങ്ങളുണ്ടായിരിക്കാം. എക്സ്പോഷർ ടു സർട്ടൺ കെമിക്കൽസ്, ചില കെമിക്കൽസുമായിട്ടുണ്ടാവുന്ന എക്സ്പോഷർ, റേഡിയേഷൻസ് മൂലം മ്യൂട്ടേഷൻ ഉണ്ടാകാം, അല്ലേ? അതുപോലെ മ്യൂട്ടേഷൻ കോസസ് ചേഞ്ചസ് ഇൻ ജീൻസ്. ദീസ് ജീൻസ് ആർ ട്രാൻസ്ഫേർഡ് ത്രൂ ജനറേഷൻസ് വിച്ച് ലീഡ്സ് ടു വേരിയേഷൻ ഇൻ ക്യാരക്ടേഴ്സ് ആൻഡ് മ്യൂട്ടേഷൻസ് പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ ദ പ്രോസസ് ഓഫ് ഇവല്യൂഷൻ ആൾസോ. എവല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ നമുക്കറിയാം? എന്താ മക്കളെ എവല്യൂഷൻ എന്ന് പറയുന്നത്? എന്താ എവല്യൂഷൻ? പരിണാമമല്ലേ? പരിണാമത്തിലും വളരെ കൃത്യമായ പങ്ക് വഹിക്കുന്ന ഒരു പരിപാടിയാണ് എന്ത്? മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, പരിണാമം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? കുരങ്ങൻ മാറി മനുഷ്യനുണ്ടായതല്ല. ഒരിക്കലും നിങ്ങളങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെ വിശ്വസിക്കരുത്. അങ്ങനെയല്ല. കുരങ്ങനും മനുഷ്യനും ഒരേ പൂർവികനിൽ നിന്ന് വന്നവനാണ് എന്നാണ് ചിന്തിക്കേണ്ടത്, കേട്ടോ. ഒരു ദിവസം ഒരു കുഞ്ഞിന് ഉണ്ടായ മ്യൂട്ടേഷൻ ഒരു വ്യത്യാസമുണ്ടായി, പിന്നെ ഒരു കുഞ്ഞിനുണ്ടാകുന്ന മ്യൂട്ടേഷൻ കുഞ്ഞ് വ്യത്യാസം ഉണ്ടായി, രണ്ട് വഴിക്ക് പോയി. ഇങ്ങനെ ശാഖ പിരിഞ്ഞാണ് നമ്മൾ ഈ കാണുന്ന പ്രൈമേറ്റ്സിൽ പറഞ്ഞ A to Z ലൈഫ് ഉണ്ടായിരിക്കുന്നത്. വിശ്വസിക്കുന്നവന് ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറയുന്ന പോലെ വിശ്വസിക്കുന്നതിന് ഇഷ്ടംമാതിരി തെളിവുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മ്യൂട്ടേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി, അല്ലേ? ഇനി നമുക്ക് ജീൻസ് എവിടെയാണ് കാണപ്പെടുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജീൻസ് കാണപ്പെടുന്നത് അതിൻ്റെ വേരെവിടെ കിടക്കുന്നത്? 9th ക്ലാസ് NCERT സയൻസ് ചാപ്റ്റർ 5 കിടപ്പുണ്ട്. ന്യൂക്ലിയസ് കണ്ടെയ്ൻസ്, അല്ലേ? ന്യൂക്ലിയസിൽ ക്രോമസോമുണ്ട് വിച്ച് ആർ വിസിബിൾ ആസ് റോഡ് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ഓൺലി വെൻ ദ സെൽ ഈസ് അബൌട്ട് ടു ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എന്താണ്? ക്രോമസോം എന്ന രൂപത്തിൽ ക്രൊമാറ്റിൻ തന്തുക്കൾ എന്ത് വരത്തുള്ളൂ? രൂപം മാറി വരത്തുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരം? എന്താണ് മക്കളെ? ക്രോമസോം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് പറഞ്ഞു പോയത്. നമുക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ വരും. അതുപോലെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ കീറി മുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് പ്രോഗ്രാം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം. ഓക്കെ അല്ലേ? പവർ അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സെഷനിൽ കാണാം.